ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഗിഗിൾ ഹൗസിലോട്ട് സ്വാഗതം. ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരുടെയും ലേസി ആയിട്ടുള്ള ഡേ കൂടിയായിരിക്കും ഇന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുട്ടിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. സമയം 9:30. മനസ്സില്ല മനസ്സോടെയാണ് എഴുന്നേൽപ്പ്. ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് വേണമെന്ന് കരുതിയിട്ടാവണം ഹാളിൽ വന്നൊരു ട്രയൽ കൂടി. കാർട്ടൂൺ വെച്ച് മൂഡ് ഓണാക്കാനുള്ള പ്ലാൻ അങ്ങ് ഞാൻ പൊളിച്ചു. എൻ്റെ ടെറർ വോയിസിൻ്റെ റിസൾട്ട് കൊണ്ടാ തോന്നുന്നു ആൾ പല്ല് തയ്ക്കാൻ പോയി. ഈ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ടൊട്ടുവിൻ്റെ അടുത്ത് പോയി. ടൊട്ടു നല്ല ഹാപ്പിയിലായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒരു ക്യൂട്ട് സ്മൈലും തന്നു. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് അവൾ കഴിക്കാനിരുന്നു. ഞാനെന്തോ വലിയ ടാസ്ക് കൊടുത്തപ്പോഴാണ് അവളുടെ കഴിക്കൽ. ഞങ്ങളിവിടെ മോർണിംഗ് യൂഷ്വലി കോറ തന്നെയാണ് കഴിക്കാറ്. അത് തന്നെയാണ് അവൾക്കും കൊടുത്തത്. ഇവിടെ അപ്പോഴേക്കും എൻ്റെ ടൊട്ടു കമിഴ്ന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് അവൾ ജെസ്സിനെ വെറുപ്പിക്കാനിരുന്നു. ഒന്ന് കിടക്കാനും സമ്മതിക്കില്ല എന്നായിരിക്കും ജെസ്സിയുടെ മനസ്സിലിപ്പോൾ. ജെസ്സി രക്ഷപ്പെട്ടു. എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ വരുന്നുണ്ട്, അച്ചു അല്ലു. അവരിനെ കണ്ടിട്ടാവണം അവൾ ഓടി ഗേറ്റിൻ്റെ അടുത്തേക്ക്. വലിയ വരവേൽപ്പൊക്കെ നടത്തിയിട്ടാണ് കൂട്ടിയിട്ട് വരവ്. അവരെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ജെസ്സിയും മിക്കും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അച്ചുവിന് ജെസ്സി ഷേക്കിൻ്റെ ഒക്കെ കൊടുത്ത് ഹാപ്പിയാക്കി. അവരെ കണ്ടപാടെ ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തി ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങി. അവരുടെ ഫണ്ട് സ്റ്റാർട്ടായി. ഇനി അവരെ പിടിച്ചാൽ കിട്ടില്ല. ഇനി അവരുടെ ലോകമാണ്. അവരുടെ കളി കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലൊന്ന് ഓർത്തുപോയി. സമയം 1 മണി. കളിയൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കാൻ വിളിച്ച് ഞാൻ അടുക്കളയിലോട്ട് പോന്നു. കളിയുടെ പവറാ തോന്നുന്നു 5 മിനിറ്റ് കൊണ്ട് ഫുഡടി കംപ്ലീറ്റ് ആയി. നോർമലി 1 അവറെങ്കിലും എടുക്കും എൻ്റെ മകൾ ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇന്ന് വെറും 5 മിനിറ്റ് കൊണ്ടാണ് അവൾ ഫുഡടി കംപ്ലീറ്റ് ചെയ്തത്. ഒരു ബ്രേക്ക് പോലും എടുക്കാതെ അവർ നോൺ വാക്കിന് ഇറങ്ങി. ജെസ്സിനെയും മിക്കിനെയും കൂട്ടാതെ പോയതിൽ ജെസ്സിയും മിക്കി അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. അവളുടെ കണ്ണ് വെട്ടിച്ച് മുങ്ങാൻ നോക്കിയതായിരുന്നു, പക്ഷെ അവൾ കണ്ടുപിടിച്ചു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കാണാം അവളുടെ മുഖത്തെ റിയാക്ഷൻ. എന്നോട് പെർമിഷനൊക്കെ ചോദിച്ച് അവർ പാടത്തിലോട്ട് ഇറങ്ങി. അധികം ദൂരേക്കൊന്നും പോവരുത് എന്നൊരു താക്കീതും കൊടുത്ത് ഞാൻ ആ പാടത്ത് വരുമ്പോൾ തങ്ങിയിരുന്നു പോയി. ഇതാട്ടോ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ച. ഇവിടെ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ശാന്തതയാണ്. അങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കളി കഴിഞ്ഞെത്തിയത്. പാടത്തുനിന്ന് കയറിയുടൻ തുമ്പികളെ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെയായി. അപ്പോഴേക്കും എൻ്റെ പുത്രി ഷൂലെല്ലാം ചെളിയാക്കി അത് കഴുകാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയായിരുന്നു. ഷൂവും പൊക്കി പിടിച്ച് പോണത് കണ്ടില്ലേ. ഷൂ കഴുകാനുള്ള പേരും പറഞ്ഞ് തോട്ടിലിറങ്ങി ഒരു കുളിയും കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾക്ക് കൂട്ടായി ഇവനും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ താറാക്കൂട്ടങ്ങൾ. അവരെ പാടത്ത് മേയ്ക്കാൻ വിട്ടിരിക്കുന്ന ടൈമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവരെ നോക്കി നിന്നുപോയി. അവർക്ക് കൂടണയാനുള്ള ടൈമായെന്ന് തോന്നുന്നു. വരിയായി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ആ കാഴ്ച കാണാൻ. ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങി വരുമ്പോൾ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ മിക്കി ഉണ്ടായിരുന്നു. പുറകിൽ ജെസ്സിയെ കൂട്ടാത്തതിൻ്റെ പരിഭവം അവൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ സമയം 6 മണി. അച്ചു അല്ലുവിനും പോകാനുള്ള ടൈമായി. അങ്ങനെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലെ അച്ചുവിൻ്റെയും അല്ലുവിൻ്റെയും റോള് കഴിഞ്ഞ് അവർ മടങ്ങി. അവർ പോയ സങ്കടമുണ്ട് എൻ്റെ വാക്കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ടൈം ഒന്നും നോക്കിയില്ല, അവൾ കഴിച്ച് കിടന്നു. മാമൻ്റെ ബനീനൊക്കെ വലിച്ചു കയറ്റിയിട്ടാണ് കിടത്തം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അവസാനിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.